അവസ്ഥ. എന്നാ അവസ്ഥ? വിചാരം ഓ നിന്റെ ഒടുക്കത്തെ ഒരു സാരി എടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ ഓ പിന്നെ എടി അടിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കി ഞാനല്ലേ എടി ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ പിന്നെ വയസ്സായ അപ്പനെയും വല്യപ്പനെ ഞാൻ നോക്കണില്ലേ ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും എടി മറിയ കുട്ടി എന്നാന്നേ നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ ഓ പോടുന്നു അയ്യേ അതല്ല പിന്നെ എന്നാത്തിനാ ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാ വഴിയാ കടലിനക്കരെ പോയിക്കോട്ടെ കാണാ പൊന്നിന് പോയിക്കോട്ടെ കടലിനക്കരെ പോയിക്കോട്ടെ കാണാ പൊന്നിന് പോയിക്കോട്ടെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം അടുത്ത കഷ്ടകാലം അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കേട്ടാണല്ലോ നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും വിചാരം അപ്പൻ ഇവിടെ എന്തിനാ പോകണ്ടെന്ന് പറയുന്നത് എടാ നീ ഏത് ഈ പെണ്ണും പിള്ളേടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്താണ് കാര്യം അപ്പൊ അപ്പൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്നാ പറഞ്ഞു പുരുഷന്റെ വഴിയെ പോ പുരുഷന്റെ വഴിയെ പോ പുരുഷന്റെ വഴിയെ പോ ഈ നിൽക്കുന്ന കുരിശ് ഇവിടെ വന്ന് കയറിയ പിന്നെയാണ് ഈ വീടിന്റെ കഷ്ടകാലം പറഞ്ഞത് അപ്പനാണ് ഞാൻ നോക്കൂല എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എന്റെ പെണ്ണും പിള്ളേരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല എടാ ജോർജ് ഇവള് ഇവിടെ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയോ ഇവൾ എന്ത് കാണിച്ചത് അപ്പം പറയണത് ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക് ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക് അടങ്ങണ ചെയറിപ്പ തുണി കുട്ടി ഇരുന്നിട്ട് മടുക്കുക മോനേടാ ഇനിയും വരാത്തതെന്നെ എന്നെ ചക്കിയിലേ മധുരം തരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്നെ ചക്കിയിലേ മധുരം തരാത്തതെന്തേ ഓ രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലവില 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 ഒന്നും നിർത്തണ്ടോ എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട് ചേട്ടനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല അപ്പനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല അപ്പാപ്പനെടുത്തോ ഞാൻ എടുത്തിട്ടില്ല ചേച്ചി എടുത്തോ എനിക്ക് ആരുടെ പൈസ വേണ്ട പിന്നെ എന്റെ 200 രൂപ ആരെടുത്തത് നിന്റെ പോക്കറ്റ്
വെറും കുരുത്തം കെട്ടവനാ ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ തലതെറിച്ചവനാ പണ്ട് കുറി നടത്തിയവനാ കുറി പൊളിഞ്ഞപ്പോ തെറിയും കേട്ട് നാട് വിട്ടവനാ പറയും പറയാനറിയില്ലേലും ഓറച്ചെറികൾ ജോറായി പറയും അറിയാ ചെറിയാറ്റന്റെ ഭാര്യമറിയാമേടെ സ്വർണ്ണമാല പറിച്ചെടുത്ത് മറിച്ച് വിറ്റവനാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാടാ നീ വെറും കച്ചറയാന്ന്. നിന്റെ കെട്ടിയൻ അല്ലാണ്ടാരാ? പറഞ്ഞ നീ പെണ്ണിരിയൂടി. നീ വന്ന് കയറിയപ്പോ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയോ? എന്താടി ഇല്ലാതിരുന്നേ? ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഒന്ന് ചുമ്മാ തിരിയടിയേ ഈ ചേച്ചിയുമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറല്ലേ നീ നാട്ടുകാരി വെളിയിൽ നിന്ന് കേട്ടു തിരിക്കുന്നേ ചേച്ചി കുരിശല്ലേ പാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ചേച്ചി കുരിശല്ലേ പാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ആ നാളെ കർണിവൽ അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. എന്റെ കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് അതും വന്നാ എടാ മോനെ ടെലിഫോണിന്റെ 3500 ബില്ല് വന്നത് എന്നിട്ട് അത് അടക്കണം കേട്ടോ കേബിൾ ടിവിയുടെ വിചാരിച്ചില്ലെങ്കിൽ പാചകശാല കാണാൻ പറ്റൂല. പിന്നെ എന്റെ മോളുടെ ഫീസോ? ഒന്ന് നിർത്തണ്ട നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ ഒരു ബില്ല്. ഓ വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല് വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല് വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാക്കൊല ചെയ്യും ബില്ല് തട്ടിപ്പ് 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 ദേ, നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം. എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം. കൊല്ലും ഞാൻ. ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസും ടീഷർട്ടും എന്തായാലും മേടിക്കണം ശ്ശോ. അതെ അപ്പാപ്പന്റെ കൈയുടെ കാര്യം എന്തായി അയ്യടാ ഡയ്യാവാറായ മുതുക്കളവനാ ഇനിയിപ്പോ ഹെയർ ഡേ. ഏ ഡൈയും ടീയും ഒന്നും മേടിക്കണ്ട നീ എനിക്കൊരു ഷൂസ്